HR ഒരു എംപ്ലോയിയെ സെലക്ട് ചെയ്യുന്നത്? ഈ ഒരു കാര്യത്തെക്കുറിച്ച് SM ടോക്സ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഒക്കെ അറിയാനായിട്ട് എപ്പോഴും എൻക്വയറി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ഹാഫ് സാലറി എന്ന് പറയുന്നത് ഒരു വലിയ ചാർജസ് ആണ്. അത്തരത്തിലുള്ള ചാർജസ് ഒന്നുമില്ലാതെ ചെറിയൊരു രജിസ്ട്രേഷൻ എമൗണ്ടോടുകൂടി കേരളത്തിലുള്ള 14 ഡിസ്ട്രിക്റ്റുകളിലുള്ള നല്ല വേക്കൻസി അപ്ഡേറ്റ് റെഗുലർ ആയിട്ട് ഏകദേശം ഒരു വർഷത്തോളം സർവീസ് പീരീഡിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പോസിബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ CV കറക്ഷനും ഡിജിറ്റൽ ട്രെയിനിങ്ങും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പ്ലേസ്ഡ് ആവാനായിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് സ്മാർട്ട് മൂവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു HR ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുന്നത്? ഇതിന്റെ ഒരു പ്രോസസ് ആണ്. ഇതിന്റെ ഒരു ബേസിക് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ CV എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഫിൽട്രേഷൻ ആവുകയാണ്. ഈ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ്. അപ്പോൾ ഡയറക്റ്റ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരു ഷെഡ്യൂള് നിങ്ങൾക്ക് തരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത്. അത് ഒരു എംപ്ലോയർ എക്സ്പെക്ട് ചെയ്യുന്നതും അതായത് ഒരു ജോബ് സീക്കർ അവർക്ക് കൊടുക്കേണ്ടതുമായിട്ടുള്ള ഒരു ബേസിക് മര്യാദയാണ്. അതായത് അവർ ഇന്റർവ്യൂ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 2 മണിക്കാണെങ്കിൽ കഴിവതും 2 മണിയോട് കൂടി തന്നെ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മുന്നെങ്കിലും വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഓൺ ടൈം അവിടെ എത്തി വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ എംപ്ലോയറുടെ അടുത്ത്, അത് ചിലപ്പോൾ HR പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ കമ്പനിയുടെ മാനേജ്മെന്റിലുള്ള ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ സിംഗിൾ ഓണർഷിപ്പ് ആണെങ്കിൽ ഓണർ ആയിരിക്കും. അപ്പൊ അവരുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ചില ഉത്തരങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയെ കുറിച്ച് കൃത്യമായിട്ട് ആദ്യമേ ഒരു ധാരണയോടുകൂടി പോകുന്ന ഒരു എംപ്ലോയിക്ക് മാത്രം അല്ലെങ്കിൽ ഒരു ജോബ് സീക്കറിന് മാത്രമാണ് അതിനനുസരിച്ചുള്ള ആൻസേഴ്സ് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അല്ലാത്ത പക്ഷെ നമ്മൾ ഇന്റർവ്യൂയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോ ലെവലിലേക്ക് പോവുകയും നിങ്ങളുടെ സ്കിൽ സെറ്റ് കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് കേപ്പബിൾ അല്ലാതെ വരികയും ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് ഇംപ്രഷനിൽ എൻഡ് ചെയ്യുകയും ആ ഒരു ഇന്റർവ്യൂ ക്ലിയർ ആവാൻ പറ്റാത്ത രീതിയിൽ വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് SM ടോക്സിൽ കാണുന്ന നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് തന്നെ കമ്പനിയെ പറ്റിയുള്ള ബേസിക് ഇൻഫർമേഷൻ ഒന്ന് ഗ്യാദർ ചെയ്യുകയും അതുപോലെ തന്നെ ആ ടൈം അറേഞ്ച്മെന്റ് പ്രീവിയസ് ആയിട്ട് തന്നെ അവരുമായി ഡിസ്കസ് ചെയ്ത് വെക്കുക. എനിക്ക് അവിടെ എത്താൻ പറ്റുന്നത് ഈ സമയമാണെങ്കിൽ അവർ ആ സമയത്താണ് നിങ്ങളെ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങൾ ജോബ് അന്വേഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഫസ്റ്റ് ഇംപ്രഷൻ നല്ലതായിട്ട് കൊടുക്കാൻ പറ്റും. പിന്നീട് നിങ്ങളുടെ CV-യിൽ ആഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസസും സ്കിൽ സെറ്റുകളും ആ കമ്പനിക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ നല്ലൊരു പാക്കേജിൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഹയർഡ് ആവാനായിട്ട് പോസിബിൾ ആണ്. അപ്പോൾ SM ടോക്സ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അറിയേണ്ട മറ്റു വിശേഷങ്ങൾ എന്ന് പറയുന്നത് സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ഹാഫ് സാലറി പോലത്തെ വലിയ ചാർജസ് ഒന്നുമില്ലാതെ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് വേക്കൻസി അപ്ഡേറ്റ് 14 ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും അവൈൽ ചെയ്യാനും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് പ്ലേസ്ഡ് ആവാനും സ്മാർട്ട് മൂവ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കോൺടാക്ട് നമ്പറിലേക്ക് പെട്ടെന്ന് നിങ്ങളുടെ CV അയക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസസും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വിസ്ഡം ഒക്കെ തന്നെ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.